അപ്പന്റെ ഫാൻസ് ഡാൻസ് ചെയ്യാന്ന് എനിക്ക് ആ സമയം കുട്ടാവി നീ ഓക്കല്ലേ? എടാ സിൽവർ ബട്ടൺ കിട്ടിയെന്ന് ഓടിക്കോ. ആ റാപ്പിന്റെ കാര്യം കുറച്ച് സീരിയസ് ആയി നോക്കിക്കോണേ. കൂടെ എന്റെ ഈ ലുക്കും അഭിനയൊക്കെ വെച്ചിട്ട് സാധനം കയറി കത്തിക്കോ. അങ്ങനെ ഒരു ടോക്ക് നിന്റെ വരികളും അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട നമ്മളെത്തും. സമാധാനം ഉണ്ടാക്കാം. ശരി ശരി ശരി. ഓക്കെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രേഖയാണ് വിളിച്ച കുറച്ച് ടെൻഷനുണ്ട് അവിടെ. എന്തായാലും ഞാൻ പാപ്പനോട് പറഞ്ഞോളാം. ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ നീ കയറിക്കോ. വേണ്ട എല്ലാരും കേറില്ല. അപ്പോ എടാ പാപ്പം കയറിയില്ല. എടാ വണ്ടി എടുക്കില്ലേ? പാപ്പം കേറില്ലാന്ന്. ഫാൻ ഷോ ഇനിയിപ്പോ എത്തും. വരട്ടെ. എന്റെ പൊന്നു പാപ്പ എന്തോന്ന് ഇത്? വണ്ടി കയറിയ അപ്പൊ ചങ്കടേ ആശാനെ കേൾക്കുന്നതിന് മുമ്പ് ചാടിക്കടിക്കാൻ നിൽക്കരുത്. നീ എന്നാന്ന് വെച്ചാ കാര്യം പറ. രേഖ വിളിച്ചായിരുന്നു. അവന്മാര് വീണ്ടും വെള്ളം കെട്ടിയത്. നമുക്ക് സമാധാനം ഉണ്ടാക്കാം. പാപ്പ വണ്ടി പുകപാടില്ലെന്ന് റൂളുള്ളതാണേ. വലിച്ചാൽ നിങ്ങളെ പുറത്താക്കുവേ. ഒന്നും മിണ്ടാ കോപ്പയെന്നു തലക്കെടുത്ത് തീകത്തുമിടാ. വായുതിരി പോകാം. നീ മേലെ കടുത്ത് വലിച്ചു വർത്താനം പറഞ്ഞേക്കരുത്. അവിടെ കാലമായി പന്തലും കെട്ടി പട്ടണത്തിന് വേണ്ടി പട്ടി കുത്തിരിക്കുമ്പോൾ കുത്തിരിക്കാൻ നോക്കിയിട്ടു. എന്നിട്ട് ആരും വന്നോ? ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ നമ്മളെ തിരക്കും. മോനവർക്ക് സ്റ്റേഷനിലൊന്ന് കയറണം. സ്റ്റേഷനിൽ പോയതുകൊണ്ട് വല്ല കാര്യമുണ്ട്? ഉണ്ടോ? നേരെ വെള്ളം വന്നില്ലെങ്കിൽ ഫുൾ ബാൻഡ് സെറ്റ് എടുത്തുണ്ട് നമ്മളെല്ലാ ഓഫീസിലും ചെന്ന് കുത്തിയിരിക്കും. നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ, വെറുതെ പിള്ളേരെ പിടിപ്പിക്കാണ്ട്. നീ ഇതിലിരുന്നാ മതി, കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കിയോ. എന്നാ പറഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് വണ്ടി എടുത്തേ. എന്തായടോ സാറേ സമയത്ത് രണ്ട് ടൂൾസ് എടുക്കാതാ സാറേ വന്ന്. നോക്കാനൊരു ദിവസം, അളവെടുക്കാൻ വേറൊരു ദിവസം, ഇനി പണിയെടുത്ത് തീർക്കാൻ ഇത്ര ദിവസം വേണ്ടി വരും. ഉടനെ ചെയ്യാം സാർ. ഞാൻ നാളെ ടൂൾസ് എടുത്തിട്ട് വരാം സാർ. ശരി. എന്താടോ? ഞങ്ങള് ജാക്സൺ ബസാറെന്നാ സാറേ. ജാക്സൺ ബസാറോ? അതെന്ത് സാധനം സാറേ? താഴത്തെ പാടം അംഗനവാടിക്കടുത്ത് ആ വളവ് കഴിഞ്ഞല്ല പുറമ്പോക്ക് കോളനി. അതിനെന്താ നിങ്ങൾ വിളിച്ചല്ല സാറേ, പേരെങ്ങനെയാ? ജാക്സൺ ബസാർ. നല്ല ഫ്രീക്ക് പേരാണല്ലോ സാറേ. അത് പിള്ളേർ സെറ്റിട്ട പേരാ സാറേ. നന്നായി. ജാക്സൺ മരുന്ന ഇങ്ങോട്ട്. അത് ഞങ്ങളുടെ അവിടെ ഈയിടെയായിട്ട് പൈപ്പിൽ വെള്ളം വരുന്നത് തോന്നും പോലെയാ സാറേ. അതിപ്പം ഇന്നുമായിട്ട് വെള്ളം വന്നേ ഇല്ല. സാറിന് അറിയാലോ, 4 ലിറ്റർ വെള്ളമാണേലും ഞങ്ങൾ കുടിക്കുന്നതൊക്കെ ആ പൈപ്പ് വെള്ളത്തെ ആശ്രയിച്ച. ഇത് പോലീസ് സ്റ്റേഷനാ, വാട്ടർ അതോറിറ്റി അല്ല. അല്ല സാറേ, അവിടെ എന്തോ റോഡ് വരുന്നോ, ഞങ്ങൾ ഒഴിഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. പറഞ്ഞ് കേൾക്കുന്നല്ലേ ഉള്ളൂ. റോഡ് വരുന്നുണ്ടെങ്കിൽ നോട്ടീസ് വരും, അന്നേരം ഒഴിഞ്ഞാൽ മതി. അതെങ്ങനെ സാറേ? വെറുതെ അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പിന്നെ നിനക്കൊക്കെ നഷ്ടപരിഹാരം വേണോ? പുറമ്പോക്കിൽ ഇത്ര നാളും കിടന്നതിന് നഷ്ടപരിഹാരം ഇങ്ങോട്ടാ തരേണ്ടത്. ആർക്ക്? സാറിനോ? എന്താണോ നിന്റെ പേര്? ജാക്സൺ വേലയൻ. നീ ഏത് മറ്റേടത്ത മൈക്കിൾ ജാക്സൺ ആണെങ്കിലും ഇമാതിരി കോമാളി വേഷം കെട്ടി സ്റ്റേഷനിൽ വന്ന് ഉത്തരവിറക്കണ്ട. സർ, പാപ്പ മിലിറ്ററിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. വർത്താനിച്ച് വഷളാക്കാണ്ട് കിളവനെ വിളിച്ചോണ്ട് പോടാ. പോടാ.
പോയിട്ട് എന്തായി ആശാനെ? ഒറ്റയ്ക്ക് പോയാൽ മതിയായിരുന്നു. ഞാനീ പിള്ളേരുടെ അടുത്ത് ചമ്മിപ്പോയോടെ ഭയങ്കര. നീ പറഞ്ഞാൽ ശരി, പോണ്ടായിരുന്നു. പാപ്പ, ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ്. ഇങ്ങനെ ഇവിടെ വെള്ളമില്ലാണ്ടായി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം ഒന്നും നടക്കത്തില്ല. അല്ലെങ്കിലേ പട്ടയത്തിൻ്റെ പ്രശ്നമുള്ളതാ. അതിൻ്റെ കൂടെ ഇപ്പോൾ റോഡ് വരുന്ന കാര്യമൊക്കെ പറയുന്നത്. എല്ലാം കൂടെ എന്താവോ എന്തോ. ശങ്കര, നമ്മുടെ ബാൻഡിൻ്റെ എത്ര രൂപ? നീ ആ കണക്ക് നോക്കി. കാശൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുകയാണ്, നമ്മൾ തൊണ്ട പൊട്ടിച്ചുണ്ടാക്കിയ പൈസ നമ്മുടെ കയ്യില്ലേ? അപ്പം നമുക്കിറക്കാൻ വളരെ ഒന്നും ഒരേലോട് വെള്ളം. പാപ്പനിത് എന്താ ഈ പറ്റിയത്? ഇത് ചോദിക്കാനാണോ ഞങ്ങളെല്ലാവരും വിളിച്ചു കൂട്ടിയത്? പാപ്പനങ്ങ് തീരുമാനിച്ചാൽ മതി. അപ്പു, പറ പാപ്പ. അത് പേടിയുണ്ടോ? എടാ, ഇത് ഇന്നേ ഒന്നുമില്ല തുടങ്ങിയാണോ? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണമെന്നുള്ളൊരു ആദി ഇതിൻ്റെ ഉള്ളിലുള്ളവർക്ക് എന്നും ഉണ്ട്. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇനി റിഹേഴ്സൽ വെക്കാം പാപ്പ. കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാവട്ടെ. ആ തീ അവിടെ കിടന്ന് കയറട്ടെ. ആ നീറ്റല്ലടാ നമ്മൾ ആളുകൾ കൊടുക്കുന്ന സന്തോഷം. മതി, ഇന്നത്തെ കോട്ട തീർന്നു. മതി 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 മതി. ബ്രീത്ത് കിട്ടത്തില്ല പാപ്പ ഇങ്ങനെ വിളിച്ചാ. എത്ര ശ്വാസം ഇവന് ഊതിക്കളഞ്ഞാലും ഒരു നുള്ളു ശ്വാസം എൻ്റെ ഉള്ളിലുണ്ടാവും. ആ, ഉണ്ടായാ മതി. ഇവളിപ്പോൾ ഇവിടുന്ന് പോയല്ലേ ഉള്ളൂ. നീ എന്തിനാ വിളിപ്പിക്കുന്നേ? ഞാൻ ശങ്കറിലെല്ലാം സംസാരിച്ചായിരുന്നു. എന്താ സംസാരിച്ചേ? അല്ല, നാളെ നീ റിഹേഴ്സൽ വരുന്നില്ലല്ലോ. ഞാൻ രാവിലെ തന്നെ വരും. അങ്ങനെയാണെങ്കിൽ നേരത്തെ വാ. അപ്പം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ പാപ്പ ഒരു വീഡിയോ വിളിച്ചു. ബ്രീത്തൊക്കെ എന്താവോ എന്തോ.